കൊച്ചു സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെമ്പകവല്ലിയെ സ്വന്തമാക്കാൻ വിക്രമാദിത്യനും ഭട്ടിയും ഒരു പുതിയ തന്ത്രം മെനഞ്ഞത് നമ്മൾ കണ്ടു. നാടോടി സ്ത്രീയുടെ അത്ഭുത വിദ്യകൾ കണ്ട് വിസ്മയിച്ച വിജയരംഗൻ രാജാവ് അവരുടെ ഗുരുവിനെ കാണാൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സ്ത്രീകളുടെ സാന്നിധ്യം പോലും ഏൽക്കാത്ത ആ നിഗൂഢ ഗുരു ആരാണ്? ചെമ്പകവല്ലിയുടെ ജീവിതം മാറ്റിമറിക്കുന്ന സത്യം എങ്ങനെ പുറത്തുവരും? അറിയാൻ നമുക്ക് എപ്പിസോഡ് 12ലേക്ക് കടക്കാം. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യകൾ കാണാൻ സാധിക്കുമോ എന്ന് രാജാവ് നാടോടി സ്ത്രീയോട് ചോദിച്ചു. തീർച്ചയായും കാണാം എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഉടനെ രാജാവ്, നാളെ നമുക്ക് കാട്ടിലേക്ക് പോയി നിന്റെ ഗുരുവിന്റെ അഭ്യാസ പ്രകടനങ്ങൾ കാണുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ഞാൻ ഉത്തരവിടാം. നീയും മറ്റു നാടോടി നർത്തകരും തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞിട്ട് അന്തഃപുരത്തിലേക്ക് പോയി. അതുവരെ വിദ്യകൾ കണ്ട് ആസ്വദിച്ചിരുന്ന ചെമ്പകവല്ലി, പിതാവേ, കാട്ടിൽ നടക്കുന്ന വിദ്യകൾ കാണാൻ നാളെ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. രാജാവും സന്തോഷത്തോടെ ചെമ്പകവല്ലിക്കായി കാട്ടിൽ പ്രത്യേകമായ ഒരു കൂടാരമൊരുക്കാനും അതിലിരുന്ന് അവൾക്ക് സൗകര്യപ്രദമായ വിദ്യകൾ കാണാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ചെമ്പകവല്ലി ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കായി ഒരു കൂടാരവും പുരുഷന്മാർക്കായി മറ്റൊരു കൂടാരവും കാട്ടിൽ ഒരുക്കപ്പെട്ടു. ചെമ്പകവല്ലിയെ തോഴിമാരോടൊപ്പം മുൻകൂട്ടി തന്നെ കാട്ടിലേക്ക് അയച്ച് അവരുടെ കൂടാരത്തിൽ താമസിപ്പിക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു. അതിനുശേഷം തന്റെ സഭാംഗങ്ങളോടും നാടോടി നർത്തകരോടുമൊപ്പം രാജാവ് കാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയതും രാജാവ് നാടോടി സ്ത്രീയെ, അതായത് സ്ത്രീ വേഷത്തിലുള്ള ഭട്ടിയെ വിളിച്ച്, നീ പോയി വാദ്യാഘോഷങ്ങളോടെ നിന്റെ ഗുരുവിനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. രാജാവ് ആവശ്യപ്പെട്ടതുപോലെ അവൾ മറ്റു നർത്തകരെയും കൂട്ടി തന്റെ ഗുരു ഇരുന്ന കുടിലിലേക്ക് പോയി. മറ്റുള്ളവരെ വെളിയിൽ നിർത്തിയിട്ട് പെൺവേഷത്തിലായിരുന്ന ഭട്ടി മാത്രം കുടിലിനുള്ളിലേക്ക് കയറിപ്പോയി. അവിടെ മറുവേഷത്തിൽ ഇരുന്നിരുന്ന വിക്രമാദിത്യനോട് ഭട്ടി നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. അതിനുശേഷം തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടുപേരും ചേർന്ന് ആസൂത്രണം ചെയ്തുകൊണ്ട് വെളിയിലേക്ക് വന്നു. വാദ്യമേളങ്ങൾ മുന്നിലായി നീങ്ങവേ നാടോടി നർത്തകരുടെ രൂപത്തിലായിരുന്ന വിക്രമാദിത്യനും ഭട്ടിയും അവരെ പിന്തുടർന്ന് രാജാവ് വിജയരംഗൻ തങ്ങിയിരുന്ന കൂടാരത്തിലേക്ക് ചെന്നു. രാജാവ് നാടോടി നർത്തകരുടെ ഗുരുവിനെ നോക്കി, അപൂർവമായ പല അത്ഭുത വിദ്യകളും പഠിച്ചിട്ടുള്ള നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനവാസമില്ലാത്ത കാട്ടിൽ തനിയെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. രാജാവേ, ഞാൻ ജനിച്ചത് മുതൽ ഈ കാട്ടിൽ തന്നെയാണ് ജീവിച്ചു പോരുന്നത്. നഗരത്തിൽ ഞാൻ ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല എന്ന് നാടോടി നർത്തകരുടെ ഗുരുവായിരുന്ന വിക്രമാദിത്യൻ പറഞ്ഞു. അതിനെന്താണ് കാരണം എന്ന് രാജാവ് ചോദിച്ചു. രാജാവേ, സ്ത്രീകളുടെ സാന്നിധ്യം എനിക്ക് ഏൽക്കാൻ പാടില്ല എന്ന് കരുതിയാണ് ഞാൻ ഈ കാട്ടിൽ തന്നെ കഴിയുന്നത്. എനിക്ക് സ്ത്രീകളോട് എന്തിനാണ് ഇത്ര കടുത്ത വെറുപ്പുണ്ടായതെന്ന് മനസ്സിലാകണമെങ്കിൽ എന്റെ മുൻജന്മത്തിലെ കഥ പറഞ്ഞാലേ നിങ്ങൾക്കത് വ്യക്തമാകൂ എന്ന് ഗുരു പറഞ്ഞു. നിന്റെ കഥ ആദ്യം പറയൂ, അതിനുശേഷം നമുക്ക് വിദ്യകൾ കാണാം എന്ന് രാജാവ് പറഞ്ഞു. നാടോടി നർത്തകരുടെ ഗുരുവിന്റെ രൂപത്തിലായിരുന്ന വിക്രമാദിത്യൻ തന്റെ കഥ പറയാൻ തുടങ്ങി. അവൻ കഥ പറയാൻ തുടങ്ങിയതും ചെമ്പകവല്ലി അത് കേൾക്കാനായി തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ വന്ന് ആരും കാണാത്ത ഒരു സ്ഥലത്ത് അതീവ ആകാംക്ഷയോടെ ഒളിച്ചു നിന്നു. എന്റെ മുൻജന്മത്തിൽ ഇംഗളാവനം എന്ന കാട്ടിൽ ഞാൻ ഒരു പ്രാവായിട്ടാണ് ജനിച്ചത്. അന്ന് എന്റെ പേര് സല്ലൻ എന്നായിരുന്നു. എന്റെ ഭാര്യയുടെ പേര് സല്ലരി എന്നായിരുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒരു ദിവസം മുളങ്കാട്ടിലുണ്ടായി വലിയൊരു തീപിടുത്തം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കഴിച്ചു കളഞ്ഞു. അതുകൊണ്ട് മനസ്സ് തകർന്നുപോയ എന്റെ ഭാര്യയോടൊപ്പം അതേ തീയിൽ ചാടി മരിക്കാൻ ഞാൻ ശ്രമിച്ചു. അപ്പോൾ എന്റെ ഭാര്യ എന്നോടൊപ്പം തീയിൽ ചാടാതെ എന്നെ ചതിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടയുടൻ ചെമ്പകവല്ലി ഇടപെട്ടുകൊണ്ട്, അവൻ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ആൺപ്രാവാണ് തീയിൽ ചാടാതിരുന്നത്, പെൺപ്രാവാണ് തീയിൽ ചാടിയത്. ആൺപ്രാവ് ഭയന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. രാജാവേ, സ്ത്രീകളുടെ സാന്നിധ്യം പോലും പാടില്ല എന്ന് കരുതി ജീവിക്കുന്ന എന്നെ ഈ പെൺകുട്ടി കള്ളൻ എന്ന് വിളിച്ച് അപമാനിക്കുന്നത് ശരിയല്ല. ഇനി എന്റെ സംസാരത്തിൽ ഇടപെടരുതെന്ന് രാജകുമാരിയോട് പറയൂ എന്ന് ഗുരു, അതായത് വിക്രമാദിത്യൻ പറഞ്ഞു. മകളെ നോക്കി, നീ എന്തിനാണ് മോളെ അവന്റെ കഥയിൽ ഇടപെടുന്നത്? അവൻ കള്ളം പറയുകയാണെന്ന് നിനക്കെങ്ങനെ അറിയാം എന്ന് രാജാവ് ചോദിച്ചു. അവൻ പറയുന്നത് കള്ളം തന്നെയാണ്. തീയിൽ ചാടിയത് പെൺപ്രാവാണ്. മുൻ ജന്മത്തിൽ ഞാൻ തന്നെയായിരുന്നു ആ പെൺപ്രാവ്. ആ ആൺപ്രാവ് തീയിൽ ചാടാതെ ഓടിപ്പോയതിനാൽ ഞാൻ ഇംഗളാദേവിയെ വണങ്ങി ഈ ജന്മത്തിൽ രാജകുമാരിയായി ജനിച്ചു. ദേവിയുടെ അനുഗ്രഹത്താൽ പുരുഷന്മാരുടെ സാന്നിധ്യം പോലുമില്ലാതെ ഇതുവരെ ഞാൻ എന്റെ ശബ്ദം കാത്തു സൂക്ഷിച്ചു പോരുകയാണ് എന്ന് ചെമ്പകവല്ലി പറഞ്ഞു. ഇല്ല രാജാവേ, രാജകുമാരി പറഞ്ഞത് പൂർണ്ണമായും കള്ളമാണ്. സലൻ എന്ന ആൺപ്രാവായിരുന്ന ഞാൻ തന്നെയാണെന്ന് തീയിൽ ചാടി മരിച്ചത്. പിന്നീട് അംബികയുടെ അനുഗ്രഹത്താൽ ഈ ജന്മത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം പോലുമില്ലാതെ ഞാൻ എന്റെ ശബ്ദം നിറവേറ്റി വരികയാണ് എന്ന് ഗുരുവും പറഞ്ഞു. ഇപ്രകാരം രാജകുമാരിയും ഗുരുവും തമ്മിൽ തർക്കിക്കുന്നത് കണ്ട രാജാവിന് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. ആകയാൽ അദ്ദേഹം മന്ത്രിയെ വിളിച്ച് ആലോചന ചോദിച്ചു. വിക്രമാദിത്യന്റെ തന്ത്രം ഫലം കാണാൻ തുടങ്ങി. ചെമ്പകവല്ലി അറിയാതെ തന്നെ തന്റെ മുൻജന്മത്തിലെ രഹസ്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, മുൻജന്മത്തിലെ സത്യം ആരാണ് പറഞ്ഞത്? ചെമ്പകവല്ലിയോ അതോ നാടോടി ഗുരുവിന്റെ വേഷത്തിലുള്ള വിക്രമാദിത്യനോ? ഈ തർക്കത്തിൽ മന്ത്രി ആരുടെ വാദം ശരിയാണെന്ന് വിധിക്കും? വിക്രമാദിത്യന്റെ തന്ത്രം വിജയിക്കുമോ അതോ ചെമ്പകവല്ലി അവനെ തോൽപ്പിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത എപ്പിസോഡിൽ അറിയാം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.